ഒരു രാജാവിന്റെ സദസ്സിൽ 5 പണ്ഡിതന്മാർ ഉണ്ടായിരുന്നു. അവർ അറിവുള്ളവരായിരുന്നെങ്കിലും ജന്മന അന്ധരായിരുന്നു. ആന എന്ന ജീവിയെക്കുറിച്ച് അവർ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം കൊട്ടാരത്തിൽ ആനയെ കൊണ്ടുവന്നതറിഞ്ഞ് അവർ അതെന്താണെന്ന് തിരിച്ചറിയാൻ തീരുമാനിച്ചു. ആദ്യത്തെ ആൾ ആനയുടെ തുമ്പിക്കൈയിൽ പിടിച്ചു. അയാൾ വിളിച്ചു പറഞ്ഞു, മനസ്സിലായി, ആനയെന്നാൽ വലിയൊരു പാമ്പ് പോലെയാണ്. രണ്ടാമത്തെ ആൾ ആനയുടെ ചെവിയിൽ തൊട്ടു. അയാൾ പറഞ്ഞു, ആനയെന്നാൽ കാറ്റ് വീശുന്ന വിസറിയാണ്. മൂന്നാമത്തെയാൾ ആനയുടെ കാലിൽ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം തെറ്റി, ആനയെന്നാൽ വലിയൊരു തൂണാണ്. നാലാമത്തെയാൾ ആനയുടെ വയറിൽ തൊട്ടു. അയാൾ പറഞ്ഞു, ഇത് പാറ പോലുള്ള വലിയൊരു മതിലാണ്. അഞ്ചാമത്തെയാൾ കൊമ്പിൽ തൊട്ടു. അയാൾ പറഞ്ഞു, ആനയെന്നാൽ വലിയൊരു കുന്തമാണ്. പിന്നീട് അവിടെ തർക്കമായിരുന്നു. അവരുടെ അഹങ്കാരം കാരണം ആരും മറ്റൊരാൾ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അവർ പരസ്പരം പോരടിച്ചു. അപ്പോൾ രാജഗുരു അവരെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും തെറ്റല്ല, എന്നാൽ അതൊന്നും പൂർണ്ണമായ ശരിയുമല്ല. നിങ്ങൾ ഓരോരുത്തരും ശരിയുടെ ചെറിയൊരു കഷ്ണങ്ങൾ മാത്രമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ആനയെന്ന പൂർണ്ണ സത്യത്തെ കാണണമെങ്കിൽ കണ്ണു തുറക്കുകയല്ല, കാഴ്ചപ്പാട് മാറ്റുകയാണ് വേണ്ടത്. പകുതി അറിവ് അറിവില്ലായ്മയേക്കാൾ വലിയ അപകടമാണ്. നമ്മൾ കാണുന്നതാണ് ശരി, പക്ഷേ അത് മാത്രമല്ല ശരി. നിന്റെ ശരിയും എന്റെ ശരിയും ചേരുമ്പോഴാണ് സത്യമായ യാഥാർത്ഥ്യം ഉണ്ടാകുന്നത്. മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് നോക്കാൻ കഴിയാത്തിടത്തോളം കാലം എല്ലാ വഴക്കുകളിലും നിങ്ങൾ മാത്രമായിരിക്കും ശരി. അല്പം ഒന്ന് വിട്ടുകൊടുത്താൽ ബന്ധങ്ങളിൽ സൗരഭ്യം പരത്താം, ജീവിതം ഊഷ്മളമാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ കമൻറ്റുകളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്